ദൈവത്തിന് മഹത്വം. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി 133 സങ്കീർത്തനം ഇപ്പോൾ വായിക്കാം. 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷതൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. 133 സങ്കീർത്തനം ആണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ ദാവീദിനാൽ രചിക്കപ്പെട്ട ഈ സങ്കീർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്ന അഥവാ സാഹോദര്യ ഐക്യത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണിത്. ദൈവത്തിന് സ്തോത്രം. ചില ആത്മീയ സത്യങ്ങൾ ഈ തിരുവചനത്തിലൂടെ നാം ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ചില കാര്യങ്ങളാണ് ഈ രാവിലെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട ഒരു ആത്മീയ ബന്ധത്തെക്കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ് ഈ സങ്കീർത്തനം ദാവീദ് രചിച്ചതെങ്കിലും ഇത് വിരൽ ചൂണ്ടുന്നത് അതിശ്രേഷ്ഠമായ ദൈവിക കൂട്ടായ്മയുടെ ബന്ധത്തിൻ്റെ മഹത്വമാണ്. അതാരും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ധാരാളം ബന്ധങ്ങളുണ്ട്. അതിലൊന്ന് രക്തത്തിലൂടെയുള്ള ബന്ധമാണ്. മനുഷ്യർ തമ്മിൽ ഉള്ള രക്തബന്ധങ്ങളാണ്. മറ്റൊന്ന് സ്നേഹത്തിലൂടെയുള്ള ബന്ധങ്ങളാണ്. എന്നാൽ അതിലുപരിയായി കാൽവറി ക്രൂശിലെ രക്തത്തിലൂടെയും കാൽവറി ക്രൂശിലെ ദൈവസ്നേഹത്തിലൂടെയും സൃഷ്ടിക്കപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു ബന്ധമുണ്ട്. അതിനോട് തുലനം ചെയ്യുവാൻ ലോകത്തിലെ ഒരു ബന്ധങ്ങൾക്കും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം തന്നെ ഇസ്രായേലിലും യഹൂദയിലും ദാവീദ് ഭരണം നടത്തിയിരുന്നു. ദാവീദിന്റെ ഭരണം 2 ഘട്ടത്തിലായിരുന്നു. ആദ്യം താൻ 7.5 വർഷത്തോളം ഹെബ്രോനിൽ യഹൂദയ്ക്ക് വേണ്ടി ഭരണം നടത്തി. പിന്നീട് എല്ലാ ഇസ്രായേലിനും വേണ്ടി യെരുശലേമിൽ താൻ രാജാവായി ഭരണം നടത്തി. 3 പ്രാവശ്യം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സമയത്ത് ഇസ്രായേൽ എല്ലാം കൂടെ ഒന്നിച്ച് ദാവീദിനെ രാജാവാക്കുമ്പോൾ ആ സാഹോദര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ അനുഭവിച്ച രാജകീയ പദവിയും തനിക്കുണ്ടായ സന്തോഷവുമായിരുന്നു ഇതിന്റെ പശ്ചാത്തലമെന്നാണ് പണ്ഡിതാക്കൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം ഇസ്രായേൽ മക്കൾ കൂടാര പെരുന്നാൾ ആചരിക്കുമ്പോഴൊക്കെ വായിക്കുമായിരുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. കൂടാതെ അവർക്കൊരു ഭാവി പ്രത്യാശയുണ്ട്. മശിഹായുടെ ആഗമനത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചെതറി കഴിഞ്ഞിരുന്ന ഇസ്രായേലെല്ലാം ഒന്നിക്കാൻ പോകുന്നു. അതൊക്കെ ഈ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചിതറപ്പെട്ടു പോയ ഇസ്രായേൽ പല ഭാഗങ്ങളിലായി പ്രത്യാശയില്ലാത്തവരായി പോയവർ ഇനി ഒന്നിച്ചു കൂടുമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടെ യേശുവിൻ്റെ ആഗമനത്തിൽ, അതായത് മശീഹയുടെ 1ാമത്തെ വരവിനെ അവർ ഇന്നും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചവരും ഏറ്റുകൊണ്ടവരുമുണ്ട്. കൂടാതെ സഹസ്രാബ്ദ വാഴ്ച അവർ വിശ്വസിക്കുന്നു. അന്ന് എല്ലാ ഇസ്രായേലും ഒന്നിച്ചുകൂടി ആ ദൈവീയ ബന്ധത്തിലേക്ക് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ അവരുടെ അക്ഷരീയമായ കൂടാര പെരുന്നാളുകളിൽ ഈ സങ്കീർത്തനം വായിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് ദൈവസഭയുടെ പ്രത്യാശയെ വളർത്തുന്ന, വർദ്ധിപ്പിക്കുന്ന
ഒരാത്മീയ സത്യമാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേദഭാഗത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ, സഹോദരന്മാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് സഹോദരിമാർ ഇല്ല എന്ന് ചിന്തിക്കരുത്. എല്ലാവരെയും ക്രിസ്തുയേശുവിൽ ഒന്നാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ സകല മനുഷ്യരെയും ഒന്നാക്കിക്കൊണ്ട് ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. രണ്ട് വിഷയങ്ങൾ അവിടെ എടുത്തു പറയുകയാണ്. എത്ര ശുഭം, എത്ര മനോഹരം. ഈ ശുഭം, മനോഹരം എന്നുള്ള പദങ്ങളൊക്കെ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പദമാണ്. കഷ്ടം, ദുഃഖം, വേദന, നിരാശ, ഭാരം എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ശുഭം എന്ന വാക്ക് വളരെ നല്ല ഒരു വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. ശുഭം എന്ന് പറഞ്ഞാൽ നല്ലത്, ഉത്തമം, ശ്രേഷ്ഠം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ മറ്റൊരു വേടാണ് മനോഹരം, ഇൻപം, ആനന്ദദായകം. അതെ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് എന്നാ പറയുന്നത്. എത്ര ശുഭം, എത്ര മനോഹരം. വളരെ മനോഹരമായ, വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ബന്ധത്തെ, ഈ ബന്ധത്തിന്റെ ആഴം, ഈ ബന്ധത്തിന്റെ ശ്രേഷ്ഠത മനുഷ്യന്റെ ജീവിതത്തെ ശുഭമാക്കി മാറ്റുന്നു, അഥവാ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റുന്നു, ഉത്തമമാക്കി മാറ്റുന്നു. മാത്രമല്ല, ഇത് ജീവിതത്തിൽ ഇൻപമാക്കി തീർക്കുന്നു, ആനന്ദദായകമാക്കി മാറ്റുകയാണ്. മനോഹരമായ, ശുഭകരമായ ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുവരുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഈ ശുഭമായ, മനോഹരമായ ഒരു ജീവിതം കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത് സ്വപ്നം പോലും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ പശ്ചാത്തലം അങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ കടന്നു പോകുന്ന പാതയിൽ ശുഭം എന്നൊരു വാക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല, നല്ലത് എന്ന് പറയാൻ പറ്റുകയില്ല. എത്ര ശ്രേഷ്ഠം, എത്ര മഹത്വം, എത്ര അവർണ്ണനീയം, എത്ര മനോഹരമെന്നൊക്കെ എൻ്റെ കുടുംബജീവിതത്തെ കുറിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ എൻ്റെ സമൂഹ ജീവിതത്തിലോ എനിക്കിതുവരെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഏത് നിരാശയുടെ കുഴിയിലിരിക്കുന്നവരോടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയുകയാണ്, ജീവിതത്തെ ശുഭമാക്കി മാറ്റുന്ന, ആനന്ദകരമായ, ആസ്വാദ്യകരമായ, സന്തോഷകരമാക്കി മാറ്റുന്ന ഒരു അനുഭവമുണ്ട്. അത് ദൈവിക ബന്ധത്തിൽ കൂടെ സകല മനുഷ്യർക്കും ദൈവം ദാനമായി നൽകുന്നതാണ്. പണം കൊടുത്ത് കിട്ടുന്നതല്ല, പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. എത്രയോ മനുഷ്യ സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, അല്പ ആശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ പണവും തങ്ങളുടെ സമയവും തങ്ങളുടെ അധ്വാനവും ഒക്കെ അതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ ദാനമായി ദൈവം നൽകുന്ന സ്വർഗീയ സന്തോഷത്തെ വർണ്ണിച്ച് തീർക്കുവാൻ അസാധ്യമാണ് പ്രിയരെ. അതാണ് ദൈവസന്നിധിയുടെ മഹത്വം എന്ന് പറയുന്നത്. എത്ര ശുഭം, എത്ര മനോഹരമെന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന ഒരനുഭവം ദൈവ സന്നിധിയിലുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയും? നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ന് സമാധാനമില്ലാത്ത വ്യക്തിയായിരിക്കാം, നിങ്ങൾ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന ആ ഇടുങ്ങിയ പാതയിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതെത്ര ശുഭം, എത്ര മനോഹരമെന്ന് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് പറയിക്കുവാൻ സാധിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മഹത്വമുണ്ട്, ഒരു തേജസ്സുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ഇതിനെ ഉപമിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. ഈ ദൈവദാസൻ, ഈ ദൈവഭക്തൻ ഇതിനെ രണ്ട് വിധത്തിൽ ഉപമിച്ചിരിക്കുകയാണ്. ഒന്ന്, അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്ന അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. ദൈവത്തിന് സ്തോത്രം.
വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം. ഈ ശുഭകരമായ ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നത് അഹരോൻ എന്ന മഹാപുരോഹിതന്റെ തലയിലെ വിശേഷിക്കപ്പെട്ട തൈലം പോലെയാണ്. രണ്ടാമത് ഉപമിച്ചിരിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞ് പോലെ. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞാനത് ഒന്ന് വിശദീകരിക്കാം. അഹരോൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ മഹാപുരോഹിതൻ, ആദ്യത്തെ മഹാപുരോഹിതനായിരുന്നു. ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ വെറുതെ സ്വയമേ അങ്ങ് ശുശ്രൂഷ ചെയ്യുകയല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ അഭിഷേകം അവരുടെ തലമേൽ വീഴുമ്പോഴാണ് ഈ ശുശ്രൂഷയ്ക്ക് അവർ യോഗ്യരായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അഭിഷേക തൈലമില്ലാത്തവർക്ക് ശുശ്രൂഷയില്ല. പുതിയ നിയമ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാത്തവർക്ക് ആർക്കും ചെയ്യാൻ പാടില്ല. അത് ദൈവീയ വ്യവസ്ഥയല്ല. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ കാലത്ത് പോലും തൈലാഭിഷേകമില്ലാതെ ഒരു പുരോഹിതൻ ശുശ്രൂഷിക്കാൻ പാടില്ല. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 30-ാം അധ്യായത്തിന്റെ 22 മുതൽ 30 വരെയുള്ള വേദഭാഗത്തിൽ ആ തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും, പിന്നെ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ അഥവാ മരുഭൂമിയിലെ ദൈവസഭയാകുന്ന ആലയത്തിലെ ഉപകരണങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ചും അഹരോനും അവന്റെ പുത്രന്മാരും വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അത് ഈ തൈലം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. വിവിധ സുഗന്ധവർഗങ്ങൾ ഒന്നിച്ചു ചേർത്ത്, ചിലപ്പോൾ തമ്മിൽ പൊരുത്തമില്ലാത്തതായിരിക്കും, പക്ഷെ അവയെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ഒരു വിശേഷ തൈലം ഉണ്ടാക്കുന്നു. ഈ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഈ തൈലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതവന്റെ തലയിലേക്ക് ഒഴിക്കുമ്പോൾ സ്തോത്രം, അത് താടിയിലേക്ക് വരും, അത് വസ്ത്രത്തിലേക്ക് വരും, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വരും. അതിന്റെ അർത്ഥം എന്താണ്? അക്ഷരീയമായി ചിന്തിച്ചാൽ തലയിൽ ഈ തൈലം കോരി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ സ്റ്റാറ്റസിന് ചിലപ്പോൾ പറ്റിയതല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വിശേഷ കാര്യത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് ഒരു കുപ്പി എണ്ണ കോരി അങ്ങോട്ട് ഒഴിച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതിനെ ഏറ്റവും അനുഗ്രഹപൂർണമാക്കി മാറ്റുന്ന ഒരു ഭാഗമാണ് അഹരോന്റെ ശുശ്രൂഷയിൽ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഈ തൈലത്തെ കുറിച്ചുള്ള അറിവില്ല. ദൈവത്തിന് സ്തോത്രം. ഈ തൈലം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാളികയിൽ 120 പേരടങ്ങുന്ന ദൈവജനത്തിന്റെ മധ്യേ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിഴലായ ഭാഗമാണ്. ഇന്നും ഈ അക്ഷരീയ തൈലം കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്ന ധാരാളം പട്ടത്വ സഭകളുണ്ട്. അത് ദൈവികമായ വ്യവസ്ഥയിൽ കൂടെ അല്ല. കാരണം കാത്തിരുന്ന് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അഭിഷേകത്തിലുള്ള ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില ഒരുക്കങ്ങളും സമർപ്പണവും ഒക്കെ ആവശ്യമാണ്. അതില്ലാതെ തന്നെ ഈ തൈലം ഉണ്ടാക്കി തേക്കുന്നതിന് വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ അഹരോന്റെ തലയിൽ ഒഴിച്ചതുപോലെ അവർ ഒഴിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അഹരോനെ പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ഈ തൈലം അവന്റെ തലയിലേക്ക് ഒഴിക്കുന്നു. തലയിലേക്ക് ഒഴിക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് തേക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു? താടിയിലേക്ക് അത് വരും. താടിയിലേക്ക് വന്നതിന് ശേഷം പിന്നീട് സ്വാഭാവികമായിട്ടത് വസ്ത്രത്തിലേക്ക് വരും. വസ്ത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? ഒരല്പം കൊണ്ടുവന്ന് തലയിലൊന്ന് പൊത്തി വെച്ചാൽ ഇത് വസ്ത്രത്തിന്റെ വിളിമ്പിൽ വരുമോ? ഒരിക്കലുമില്ല. ഈ അഭിഷേകത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഏതോ ഒരല്പം കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യരുണ്ട്. എന്നോ പറഞ്ഞ 2 അന്യഭാഷ കൊണ്ട് ഇന്നും യേശുവിന്റെ വരിൽ പോകാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ അത് സമൃദ്ധിയായ ഒരു അനുഭവമാണ്. ദൈവം ഒരു മനുഷ്യനെ
ഏറ്റവും അധികം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര ആധിക്യം കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനെ 11-ന്റെ 13-ാം വാക്യം അവിടെ കാണുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇങ്ങനെയുള്ളൊരു വാക്യം നിങ്ങളുടെ ബൈബിളിൽ വേറെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് അധികം കൊടുക്കും എന്ന് പറഞ്ഞത്. പണം ചോദിച്ചാൽ ചിലപ്പോൾ പണം തരും, ജോലി ചോദിച്ചാൽ ജോലി തരും. പക്ഷേ ദൈവം അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, ഏറ്റവും അധികം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് അളവ് കൂടാത്ത അഭിഷേകത്തെയാണ്. അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ പലർക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർ ഇത് പ്രാപിച്ചിട്ടുണ്ട്, എത്ര പേർ ആ അനുഭവത്തിലായിത്തീർന്നിട്ടുണ്ട് എന്ന് ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. അളവ് കൂടാത്ത അനുഭവത്തിൽ എത്ര പേരായിത്തീർന്നിട്ടുണ്ട്? ഒരു ദൈവ പൈതലിന്റെ അഥവാ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സാക്ഷ്യമായിരിക്കണം. അളവ് കൂടാത്ത ഒരു അഭിഷേകം എൻ്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്, അതിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ചിലരെങ്ങനെയാണ്? ബുദ്ധിയുള്ള കന്യകമാരെ പോലെയാണ്. ചില പ്രാസംഗികന്മാരും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, എല്ലാവരും ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുമുണ്ട്, ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ള കന്യകയെ പോലെ ഒരുങ്ങുന്നേ, ഇല്ലെങ്കിൽ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നതാണ് ചില പറയുന്നു. സ്തോത്രം. ഈ ബുദ്ധിയുള്ള കന്യകമാർ 5 പേര്, അവരുടെ ഒരു പോരായ്മ ഇവരാരും മനസ്സിലാക്കിയില്ല. എന്താണ് അവരുടെ പോരായ്മ? ബുദ്ധിയില്ലാത്ത കന്യകമാർ ഇവരുടെ അടുക്കൽ ചെന്നിട്ട് മണവാളൻ വരുമെന്ന് ആർപ്പുവിളി ഉണ്ടായപ്പോൾ, മൂലഭാഷയിൽ മണവാളിനെയും മണവാട്ടിയെയും എതിരേൽക്കാൻ അർദ്ധരാത്രിയിൽ ആർപ്പുവിളി ഉണ്ടായത് ഉപദേശപരമായ ഒരു സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ ക്ലാസ്സിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം 3.5 വർഷ ഉപദ്രവകാലം കഴിഞ്ഞിട്ട് മധ്യാകാശത്തിലൂടെ യേശുവിന്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തുകയാണ്. എങ്ങനെ അത് സമർത്ഥിക്കാൻ സാധിക്കും? ഇതൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അർദ്ധരാത്രി. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യം. സ്വർഗരാജ്യം മണവാളിനെയും മണവാട്ടിയെയും എതിരേൽപ്പാൻ ഒരുക്കപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമെന്നാണ് ചില ഭാഷാന്തരങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. പോട്ടെ, അതിനകത്ത് ഒരു വിഷയമുള്ളത്, അവിടെ അർദ്ധരാത്രിയിൽ മണവാളൻ വരുമെന്ന് ആർപ്പുവിളി ഉണ്ടായി. ഇത് യേശുവിന്റെ രഹസ്യവരവാണെന്ന് പറയുന്ന പെന്തക്കോസ്ത് സമൂഹങ്ങളും പ്രാസംഗികന്മാരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് യേശുവിന്റെ രഹസ്യവരവല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? യേശുവിന്റെ വരവിനൊരു സമയം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ? സന്ധ്യ നേരത്തോ അർദ്ധരാത്രിയിങ്കലോ ഉഷസ്സിലോ കോഴി കൂകും നേരത്തോ, സന്ധ്യാനേരമോ അർദ്ധരാത്രിയിങ്കലോ ഉഷസ്സിലോ കോഴി കൂകും നേരത്തോ, നിൻവരവേതു വേളയെന്നീഹത്തിൽ ഞാൻ അറിയാകയാൽ ജാഗരിക്കുന്നേ. യേശുവിന്റെ വരവ് ഏത് സമയമാണെന്ന് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടില്ല. അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നനയാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർദ്ധരാത്രിയിൽ വരുന്ന മണവാളിനെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വരവിന് സമയം പറഞ്ഞിട്ടില്ലാത്തതിനാൽ, അർദ്ധരാത്രി എന്നൊരു പ്രത്യേക സമയം ഇവിടെ കാണുന്നതിനാൽ അത് യേശുവിന്റെ രഹസ്യവരമല്ല. മാത്രമല്ല, ഈ സമയത്ത് 10 കന്യകമാർ റെഡിയാകുന്നു. അതിൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവരാണ്, 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരാണ്. 5 പേരുടെ പ്രത്യേകത എന്താണ്? അവർ വിളക്ക് തെളിയിച്ചപ്പോൾ വിളക്കെല്ലാം ശരിയായി കത്താൻ തുടങ്ങി. പക്ഷെ മറ്റുള്ള വിളക്ക് കത്തിയില്ല. ഉടനെ അവർ ഇവരുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ ദീപം കൂടെ തെളിയിക്കുവാൻ, ഞങ്ങളുടെ വിളക്കും കൂടെ കത്തിക്കാൻ അല്പം എണ്ണ തരുമോ? ഉടനെ അവരുടെ മറുപടി എന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം
കഷ്ടമായി തീരും. കഷ്ടിച്ച് വിളക്ക് തെളിയിക്കാനുള്ള എണ്ണയെ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ എടുക്കപ്പെടുന്ന സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരളവിലല്ല അവരുടെ മേലുള്ള അഭിഷേകം എന്ന് പറയുന്നത്. അളവില്ലാത്ത അഭിഷേകത്തിന്റെ അനുഭവത്തിൽ കൂടെ ആത്മീയ ജീവിതത്തെ പൂർണ്ണപ്പെടുത്തുന്ന വിശുദ്ധ ഗണങ്ങളാണ് കർത്താവിന്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് അളവില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇന്ന് അനേകം ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അഭിഷേകം? അഭിഷേകം എന്തിനു വേണ്ടിയാണ്? കൈയടിക്കാനും പാട്ട് പാടുവാനും വേണ്ടി മാത്രമാണോ? ഇതിനു വേണ്ടിയാണെങ്കിൽ ഇതൊരു ശബ്ദ കോലാഹലമല്ലേ? ചിലർക്ക് ഇഷ്ടമല്ല. ചിലർ പറയാറുണ്ട്, പെന്തിക്കോസ്തുകാരുടെ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ അവസാനം വരുന്ന ഈ ചട്ടപ്പെട്ടപ്പെട്ടാന്ന് കുറച്ച് അടിയുണ്ട്, പിന്നെ ഏതൊക്കെയോ വിളിച്ചു പറയാം, അതാ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നിന്നാണ് ആ പാട്ട് ഉണ്ടായതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ മനോഹരമായ പാട്ടും ശ്രേഷ്ഠകരമായ ഗാനവും ഉണ്ടായത് ഇതിൽ നിന്നാണോ എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവം, ഈ ആത്മീയ അനുഭവം ഉണ്ടായില്ലെങ്കിൽ ഈ അഭിഷേകത്തിന്റെ ചലനങ്ങളൊക്കെ വെറും മെനക്കേടാണ് പ്രിയരെ. പിന്നെയോ ഇതിലൂടെ ഒരു ആത്മീയ ജീവിതം വളർച്ച പ്രാപിക്കുകയാണ്. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുകയാണ്. സ്വർഗരാജ്യത്തെ കുറിച്ചൊരിക്കൽ യേശു പറഞ്ഞത്, ഒരു സ്ത്രീ 3 പറ മാവെടുത്ത് എല്ലാം പുളിച്ചു വരുന്നതുവരെ അടക്കി വെച്ചു എന്നാണ്. 3 പറ മാവ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹി ആത്മാവിനെ കാണിക്കുകയാണ്. എല്ലാം പുളിച്ചു വരുന്നവരെ, എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നതുവരെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമുണ്ട്. അതിനാണ് ഈ അളവില്ലാത്ത അഭിഷേകം വേണ്ടത്. അഹരോന്റെ താടിയിൽ, അഹരോന്റെ വസ്ത്രത്തിലേക്ക് വന്ന ഈ അഭിഷേകം ആദ്യം എവിടെയാണ് വന്നത്? തലയിൽ. ദൈവത്തിന് സ്തോത്രം. തലയിലേക്കാണ് ഈ അഭിഷേകം ആദ്യം വരേണ്ടത്. അഭിഷേകത്തിന്റെ ഒരു ഓർഡറാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ചിലരുടെ വസ്ത്രത്തിലായിരിക്കും, ചിലരുടെ താടിയിലായിരിക്കും, ചിലരുടെ ഇവിടെ ഒന്നും കാണത്തില്ല, വെളുമ്പിലേ കാണുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയല്ല ഇതിന്റെ ഓർഡർ. തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക് താടിയിലേക്ക് വരും, പിന്നെ അത് വസ്ത്രത്തിലേക്ക് വരും, പിന്നെ അതിന്റെ വെളുമ്പിലേക്ക് വരും. എന്താ അർത്ഥം? ശരിയായ അഭിഷേകം നമ്മുടെ തലയിലേക്ക് വരണം. തലയിലേക്ക് വരണം. നമ്മുടെ ചിന്താ മണ്ഡലങ്ങളുടെ നിയന്ത്രണം, നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. അതിനാണ് നമ്മുടെ ജീവിതത്തെ അതിനായി സമർപ്പിച്ചു കൊടുക്കും. തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ താടിയിലേക്ക് വരും. താടി എന്ന് പറഞ്ഞത് നാസീർ വ്രതത്തിന്റെ പ്രതിഷ്ഠയാണ്. ഇന്ന് താടി വയ്ക്കുന്നൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ചില നിരാശ കൊണ്ട് താടി വയ്ക്കും, ചില പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷേ അന്ന് നാസീർ വ്രതത്തിന്റെ ഒരു പ്രതിഷ്ഠയായിരുന്നു തലയിൽ ക്ഷൗരക്കത്തി തൊടിയിക്കരുത്. ഇങ്ങനെ വ്രതസ്ഥന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വ്രതം അല്ലെങ്കിൽ തീരുമാനം അല്ലെങ്കിൽ പ്രതിഷ്ഠയാണ് ഈ താടി കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ തലയിലേക്ക് വന്ന ഈ അഭിഷേകം അവരെ ആരാക്കി മാറ്റുന്നു? യഥാർത്ഥമായ അഭിഷേകത്തിലൂടെ അവർ പ്രതിഷ്ഠയുള്ളവരാക്കി മാറ്റുന്നു, തീരുമാനങ്ങളുള്ളവരായി മാറ്റുന്നു. ചില പറയാറുള്ളൂ, ഞാൻ വലിയ തീരുമാനമൊന്നും എടുക്കത്തില്ല, വലിയ ഗമയിലാ പറയുന്നത്. പേടിത്തൊണ്ടന്മാരായി തീരുമാനമെടുക്കാത്തത്. പക്ഷേ തീരുമാനമെടുക്കുന്നവർ എങ്ങനെ എടുക്കുന്നു? ഞങ്ങളൊക്കെ ഒത്തിരി ബലഹീനരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും കർത്താവിന്റെ കൃപ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ചില തീരുമാനങ്ങൾ പ്രതിഷ്ഠ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിയപ്പോൾ, ദൈവത്തിന്റെ കൃപ അതിലൂടെ തലയിലേക്ക് വ്യാപരിക്കുവാൻ, ഹൃദയത്തിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങിയപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തു. ദൈവത്തിന് സ്തോത്രം. ലോകം വേണ്ട, ഒന്നും വേണ്ട, യേശു മതി എനിക്ക്. ലോകം വേണ്ട, ഒന്നും വേണ്ട, യേശു മതി എനിക്ക്. സാത്താനെ നീ ആശിക്കേണ്ട, കൊണ്ടുപോ നിൻ ചരക്ക്. സാത്താനെ, നിന്റെ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, എനിക്ക് എന്റെ യേശു മതി, എനിക്ക് ലോകം വേണ്ട, ഈ ലോകത്തിന്റെ ഇன்பങ്ങൾ വേണ്ട എന്ന് അനേകർ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? അവിടെ തലമേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ വ്യാപാരമായിരുന്നു. ഇന്നും അങ്ങനെയുള്ള അഭിഷേകം ആരുടെ മേലൊക്കെ ഇറങ്ങുന്നോ അവരൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകും. തീരുമാനമെടുക്കാൻ ഒട്ടും പുറകോട്ട് മാറുകയില്ല. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. ലോകത്തിന്റെ ഇൻപങ്ങൾ എല്ലാം മായി എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടും.
അനേകർ വിശുദ്ധ ജീവിതം ചെയ്തതും തീരുമാനങ്ങളെ പുതുക്കിയതും ശ്രേഷ്ഠരായി തീർന്നതും അവരുടെ മേൽ വ്യാപരിച്ചിരുന്ന അഭിഷേകമായിരുന്നു. ഇപ്പോഴും അത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്ത് സകല ദൈവത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞ വചനം 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ അന്ത്യകാലത്തിൽ അധികമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ പിന്മാറിപ്പോകുമ്പോൾ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, പെന്തിക്കോസിൽ വന്നിട്ട് ചിലർ പുറകോട്ട് നോക്കുമ്പോൾ, ചിലർ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ, ചിലർ ഇന്റർനെറ്റിലേക്കും ലോകത്തിന്റെ ഇൻപങ്ങളിലേക്കും ലോകത്തിന്റെ എല്ലാ വിനോദങ്ങളിലേക്കും പോകുമ്പോൾ, ഒരു കൂട്ടർ അഭിഷേകത്താൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി മുൻപോട്ട് വരും. അവരിൽ കൂടെ ദൈവം തന്നെ മഹത്വത്തെ വെളിപ്പെടുത്തും. ആ നാളുകൾ അടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്മാറിപ്പോകുന്നവരെ കണ്ട് നീ ഭയപ്പെടണ്ട, നീ കലങ്ങണ്ട. യേശു പറഞ്ഞ പോലെ പോകുന്നവരൊക്കെ പോയിക്കൊള്ളട്ടെ, പിന്മാറുന്നവർ പിന്മാറി പോയിക്കൊള്ളട്ടെ, കൃപ വിട്ടു പോകുന്നവർ പോയിക്കൊള്ളട്ടെ, ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്നവർ പോയിക്കൊള്ളട്ടെ. അതിന്റെ ഇടയിൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ സൂക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരെ തൊടുവാൻ പിശാചിന് അവകാശമില്ല. അവർ കൃപയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ പദ്ധതി ഒന്നും പൊളിയത്തില്ല. നിന്റെ പദ്ധതിയൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. നീ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നടക്കാതെയാകും. പക്ഷേ ദൈവേഷ്ടത്തിനായി സമർപ്പിക്കപ്പെട്ട ദൈവവേദനെ ദൈവം ജയത്തോടെ നടത്തും, സംശയമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ തൈലം തലയിൽ നിന്ന് താടിയിലേക്ക് വരുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു, പുതിയ പ്രതിഷ്ഠകൾ എടുക്കുന്നു. ഈ 2020 വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുന്നല്ലോ. എത്ര പേർ ഈ വലിയ അഭിഷേകം തങ്ങളുടെ തലമേൽ വീഴുവാൻ ആഗ്രഹിക്കുന്നു? തങ്ങളുടെ തീരുമാനത്തെ പുതുക്കി ദൈവേഷ്ടത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അവരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അവരുടെ മേൽ അതിനേറ്റ കൃപ ദൈവം തന്ന് അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. വലിയവനായ ദൈവം ആ പ്രവർത്തി ചെയ്യും. ഇനി സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? താടിയിലേക്ക് വന്നിട്ട് അത് എവിടെ വരുന്നു? വസ്ത്രത്തിലേക്ക് വരുന്നു. വസ്ത്രം എന്ന് പറയുന്നത് ജീവിതത്തെ കാണിക്കുകയാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഈ അഭിഷേകം ഇറങ്ങി വരണമെങ്കിൽ നീ യഥാർത്ഥമായ അഭിഷേകത്തിലൂടെ തീരുമാനത്തിലേക്ക് വരണം. ഈ വസ്ത്രത്തിലേക്ക് അത് വരണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ വസ്ത്രത്തെ മലിനമാക്കാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ വസ്ത്രത്തിലേക്ക് ആ തൈലം ഇറങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമോ, ഇത് വന്ന് ശരിയായി വസ്ത്രത്തിന് വിളിമ്പിൽ വരാൻ കാരണം എന്താ? വസ്ത്രം മുഴുവൻ നിറഞ്ഞതിന് ശേഷമാണ് അതിന്റെ വെളുപ്പിലേക്ക് സമൃദ്ധിയായ ഒരു ഒഴുക്കിനെ കാണിക്കുകയാണ്. തലയിൽ നിന്ന് താടിയിലേക്ക് ഒഴുകുകയാണ്, വസ്ത്രത്തിലേക്ക് ഒഴുകുകയാണ്. ലോകത്തിന് ഒരു സ്റ്റാൻഡേർഡ് മനുഷ്യനത് ഷെയിമാണ്. തലയിലും താടിയിലും വസ്ത്രത്തിലും വല്ല തൈലവും കൂടെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യനത് പൈത്യമായി തോന്നും. പക്ഷേ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അത് ഒരു അലങ്കാരമായിരിക്കും. അഭിഷേകത്തിൻ ജീവിതം, കൃപയുടെ ജീവിതം, ആത്മനിറവിൻ ജീവിതം ഒരു വിശുദ്ധനൊരു മഹത്വമാണ്. ലോകത്തിനത് ചിലപ്പോൾ യോജിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിലേക്ക്, വസ്ത്രത്തിന്റെ വിളിമ്പിൽ നിന്ന് ഇപ്പോൾ വീണുകൊണ്ടിരിക്കുക. അതിന്റെ അടുക്കൽ ആര് ചെന്നാലും അവിടെ വരും, എന്തുവരും? ഈ തൈലം വീഴും. ഒരു ദൈവവൈദ്യൻ ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അറിയാം ഇതൊരു ദൈവവൈദ്യനാണെന്ന്. അവരുമായുള്ള ബന്ധത്തിൽ മറ്റുള്ളവർക്കും പ്രത്യേകതകൾ ഉണ്ടാകും. വസ്ത്രത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കാം. ഇങ്ങനെ ഒരു അഭിഷേകമാണ് പ്രിയരെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്റ്റൈലും സ്റ്റാറ്റസും ഒക്കെ എടുത്ത് വേസ്റ്റ് കൊട്ടയിൽ കളഞ്ഞിട്ട് കർത്താവിന്റെ പാടുപീഠത്തിൽ നെടുമ്പാട് വീഴുവാൻ തയ്യാറാകുമെങ്കിൽ, മുഴങ്കാൽ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ അതേ സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ ജീവിതത്തെ ആൾ മാറിയതുപോലെ ആക്കി മാറ്റുന്ന ഒരു വലിയ അഭിഷേകം നിന്റെ മേൽ അവൻ പകരും. ഈ കാലത്തിൽ, ഈ അന്ത്യകാലത്തിൽ ഓരോ ദൈവത്തിനും ആവശ്യമായിരിക്കുന്നത് അങ്ങനെയുള്ള അഭിഷേകമാണ്. യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, മറുരൂപം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അഭിഷേകമാണ് ആവശ്യമായിരിക്കുന്നത്. എത്ര പേർ അതിനുവേണ്ടി കരയും, എത്ര പേർ അതിനുവേണ്ടി നിലവിളിക്കും, എത്ര പേർ അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കും. ഈ കാലങ്ങളിൽ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കട്ടെ. അവരെ ദൈവം സഹായിക്കും. അവരുടെ ക്രിസ്തീയ ജീവിതം മനോഹരമായിരിക്കും. എത്ര ശുഭം, എത്ര മനോഹരം എന്ന് പറയുവാൻ തക്കണം മതിയായ ഒരു ജീവിതമാണ് ഈ അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്കും വസ്ത്രത്തിലേക്കും വസ്ത്രത്തിന്റെ വിളിമ്പിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ തൈലാഭിഷേകം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് വെളിപ്പെടുത്തുന്നത് ഹർമോന്യ മഞ്ജു പോലെ. ദൈവത്തിന് സ്തോത്രം.
ഹെർമോന്യ മഞ്ഞ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ധാരാളം ആത്മീയ വെളിപ്പെടുത്തലുകളുണ്ട്. എങ്കിലും ഞാനിതിനെ കുറിച്ച് ഇനി അത് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നാം ചിന്തിച്ചത് ഹെർമോന്യ മഞ്ഞ്, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ്. ഹെർമോന്യ മഞ്ഞ് എന്ന് പറയുമ്പോൾ അത് പാലസ്തീനിലെ ഇസ്രായേലിന്റെ അവകാശ ദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ പർവ്വതമാണ്. ദൈവത്തിന് സ്തോത്രം. അഥവാ ഇസ്രായേലിന്റെ ഒരു അതിർത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ആന്റി ലെബാനോൻ പർവ്വതത്തിന്റെ തെക്കേ അറ്റത്ത് കാണുന്ന ഒരു കൊടുമുടിയാണ്. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 9,000 അടിയോളം ഹൈറ്റ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ പർവ്വതം അരാരാത്ത് പർവ്വതമാണ്. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 20,000 അടിയോളം ഹൈറ്റ് ഉണ്ട്. 20,000 അടി ഹൈറ്റ്. എവറസ്റ്റ് ഏതാണ്ട് 28,000 ശിഷ്ടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ആ പാലസ്തീന നാടിനോടനുബന്ധിച്ചും കാണുന്ന ഏറ്റവും ഉയർന്ന, അതായത് നമ്മുടെ ഈ ആനമുടിയേക്കാളൊക്കെ ഹൈറ്റുള്ള ഒരു പർവ്വതമാണ് ഹെർമോൻ പർവ്വതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സിയോൻ എന്ന ഹെർമോൻ എന്ന് പറയുന്നുണ്ട്. സിയോന് ഹെർമോനുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അക്ഷരീയമായി സ്ഥലങ്ങളുടെ കിടപ്പനുസരിച്ച് സിയോനും ഹെർമോനും തമ്മിൽ അകലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 4:48 പറയുന്നത് ഹെർമോൻ എന്ന സിയോൻ പർവ്വതം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ സിയോനും ഹെർമോനും തമ്മിൽ വലിയൊരു ബന്ധമാണ് നമുക്കവിടെ കാണാൻ കഴിയും. സിയോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് മഹാരാജാവിന്റെ നഗരമാണ്, ദൈവത്തിന്റെ വാസസ്ഥലമെന്ന് തിരുവെഴുത്ത് പറയുന്നു. സൈന്യങ്ങളുടെ യഹോവ തന്റെ വാസസ്ഥലം സ്ഥാപിച്ചിരിക്കുന്ന ഇടമാണ് സിയോൻ. അതിനെ 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ സൗന്ദര്യത്തിന്റെ പൂർണ്ണത എന്നാണ്. 48-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഉയരം കൊണ്ട് മനോഹരം. അങ്ങനെയെങ്കിൽ ഏറ്റവും ഉയരമുള്ളതും ഏറ്റവും സൗന്ദര്യമുള്ളതും സിയോനാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന സിയോനെ കുറിച്ച് പല വിധത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ 2 വിധത്തിലുള്ള സിയോനെ കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ദാവീദ് പിടിച്ചെടുത്ത നഗരം. ദാവീദ് തന്റെ കഷ്ടത്തിലൂടെ യുദ്ധം ചെയ്ത് നേടിയെടുത്ത നഗരമാണ് സിയോൻ. അവിടെ ഒരു കോട്ടയൊക്കെ പണിയിച്ചു. അതാണ് സിയോൻ കോട്ട എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതേ സ്ഥലം ദാവീദിന്റെ നഗരമായി ദാവീദ് മാറ്റി. ദാവീദും ദൈവവുമായിട്ടൊരു നിയമം ചെയ്തതിനെ കുറിച്ച് 89-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നിന്നോടുള്ള നിയമത്തെ ഞാൻ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദാവീദിനോടുള്ള നിയമത്തിന്റെ ഫലമായിട്ടാണ് സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തിന് സിയോൻ എന്നും യെരൂശലേം എന്നും ഒക്കെ പേര് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ അക്ഷരീയമായി യെരൂശലേമുണ്ട്, അക്ഷരീയമായി സിയോനുമുണ്ട്. അതുപോലെ തന്നെ ആത്മീയ യെരൂശലേമുണ്ട്, ആത്മീയ സിയോനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു തിരുവെഴുത്താണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സിയോൻ പർവ്വതത്തിനും ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അടുക്കൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. അഥവാ ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ സഭയെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനമാണ് സിയോൻ പർവ്വതവും സ്വർഗ യെരൂശലേമും. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ആ 2-ാമത്തെ വാക്കുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചാൽ സ്വർഗ സിയോനും സ്വർഗ യെരൂശലേമിനും അടുക്കൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. സിയോനെ കുറിച്ച് ഇന്നും വേണ്ടതായ അറിവില്ലാത്തവരും സിയോൻ ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്. അവരും സിയോനെ കുറിച്ചുള്ള പാട്ടൊക്കെ പാടാറുണ്ട്. സ്വർഗ സിയോൻ പുരിയിലെത്തിയിട്ട് അരുമനാഥനുമായി വാടിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ എന്നുള്ള പാട്ടൊക്കെ ചിലപ്പോൾ അവരും പാടും. സിയോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചില പറയും ഭൂമിയിൽ ഒരു സ്ഥലമാണ്. ഭൂമിയിൽ അങ്ങനെ ഒരു സ്ഥലമില്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ സ്വർഗ സിയോനും സ്വർഗ യെരൂശലേമും ഉണ്ട്. അത് നിത്യതയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്.
അത് മഹാരാജാവിന്റെ നഗരമെന്ന് സ്വർഗ സിയോനെ കുറിച്ചും സ്വർഗ യെരൂശലേമിനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് സിയോനെ കുറിച്ച് പറയുമ്പോൾ അത് ഉയരം കൊണ്ട് മനോഹരം, ഏറ്റവും ഉയരമുള്ളതെന്ന് 48-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-ാം സങ്കീർത്തനത്തിൽ ഏറ്റവും സൗന്ദര്യത്തിന്റെ പൂർണ്ണത എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അത് നിത്യതയുടെ തലസ്ഥാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെ പറയാൻ സാധിക്കും? യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതുപോലെ മറ്റ് പ്രവാചക പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത് സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് വചനവും പുറപ്പെടുമെന്നാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് അവിടെ ലാ എന്ന പദമാണ്, നിയമം പുറപ്പെടുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സിയോനിൽ നിന്ന് നിയമം പുറപ്പെടുന്നു. ഇന്ത്യയുടെ നിയമം എവിടെ നിന്ന് പുറപ്പെടും? ഇന്ത്യയുടെ നിയമം എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഡൽഹിയിൽ നിന്ന്, അഥവാ ഇതിന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നാണ്. അപ്പോ നിത്യതയുടെ നിയമം പുറപ്പെടുന്ന സ്ഥലം എവിടെയാണ്? സിയോൻ. ആയതുകൊണ്ട് നിത്യതയുടെ ക്യാപിറ്റൽ ആണ് സിയോൻ എന്ന് മനസ്സിലാക്കണം. അത് ഏറ്റവും ഉയരമുള്ളതാണ്, അതേറ്റവും സൗന്ദര്യമുള്ളതാണ്. അതിന്റെ വർണ്ണനകൾ ധാരാളം തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് പോലും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗത്തിൽ, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ 144,000 പേരും നിൽക്കുന്ന ഞാൻ കണ്ടു. ഇതിനെക്കുറിച്ചും ദൈവീയമല്ലാത്ത വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഇത് ബൈബിൾ ക്ലാസ്സിൽ വിശദമായി പഠിക്കേണ്ട വിഷയമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ചിലർ പറയാറുണ്ട് അത് യഹൂദന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ അങ്ങനെ പറയുമായിരിക്കും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി വീണ്ടെടുക്കപ്പെട്ടവര്. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവരാണ്. അവരെ കുറിച്ച് പറയുന്നത് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവർ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്. ഇസ്രായേൽ മക്കളുടെ ഗണത്തിൽ പെട്ടവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാം വാക്യത്തിൽ പ്രത്യേകം എഴുതിയിരിക്കുകയാണ്, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർ. പിന്നെ അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട, യഹൂദന്റെ ഇടയിൽ നിന്നോ ഇസ്രായേലിന്റെ ഇടയിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിൽ നിന്നോ പ്രത്യേക വിഭാഗത്തിൽ നിന്നോ എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്തിലെ സകല മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ. അവിടെ ജാതിയോ കുലമോ ഭാഷയോ വംശമോ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ഗണമെന്ന് അവിടെ കൊടുത്തിട്ടുമില്ല. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ. അവരാരാണ്? കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അനുഗമിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി വീണ്ടെടുക്കപ്പെട്ടവർ. ആദ്യഫലത്തിന്റെ പ്രഥമ ഫലം, ആദ്യഫലം എന്ന് പറഞ്ഞ ആരാണ്? ക്രിസ്തു. പിന്നെ ബാക്കിയുള്ളവരാരാണ്? ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയും വിടുതലും സമ്പൂർണതയും പ്രാപിക്കുന്നവർ മാത്രമാണ് ആദ്യ ഫലങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത്. ആയതിനാൽ ഇത് പഴയ നിയമ വിശുദ്ധന്മാരോ യഹൂദന്മാരോ ഒന്നുമല്ല എന്ന് വ്യക്തമായി ബൈബിൾ പറയും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇവിടെ സിയോൻ മലയിൽ ഒരു കൂട്ടർ നിത്യതയിൽ വസിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സിയോനോട് ചേർന്നുള്ള സ്ഥലമാണ് യെരൂശലേം അഥവാ പുതിയ യെരൂശലേം എന്ന് പറയുന്ന സ്ഥലം. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, ദൈവത്തിന്റെ നിയമങ്ങൾ പുറപ്പെടുന്ന സ്ഥലം. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ സ്വർഗ സിയോൻ, സ്വർഗ യെരൂശലേം എന്നൊക്കെ പറയുന്നത് നിത്യതയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. തമ്മിൽ ഇണക്കിയ നഗരമാണ് പുതിയ യെരൂശലേം. അതിനോട് ചേർത്ത് കാണപ്പെടുന്ന അതിന്റെ തലസ്ഥാനമാണ് സിയോൻ. സിയോനും യെരൂശലേമും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. തലയും ശരീരവും പോലെയുള്ള ഒരു ബന്ധമാണ് ക്രിസ്തു, സിയോൻ, പുതിയ യെരൂശലേം എന്നുള്ള ബന്ധമൊക്കെ. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ അവർ ഒന്നാക്കപ്പെട്ടിരിക്കുകയാണ്, രണ്ടല്ല.
ആയതുകൊണ്ടാണ് പണ്ടുകാല വിശുദ്ധന്മാർ പ്രസംഗിക്കുമ്പോൾ സിയോന്റെ ഒന്നാം പാർട്ടെന്നും സിയോന്റെ രണ്ടാം പാർട്ടെന്നും പറയുമായിരുന്നു. സിയോന്റെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് കർത്താവിന്റെ ശുശ്രൂഷകർ, സിയോന്റെ രണ്ടാം ഭാഗം ദൈവമക്കൾ എന്നൊക്കെ പറയും. ദൈവത്തിന് സ്തോത്രം. ശരിയാണ്. അപ്പോ സിയോന്റെ രണ്ട് പാർട്ടുകൾ, അതിലൊന്നാണ് നിത്യതയുടെ തലസ്ഥാനമായ സിയോൻ, രണ്ട് പുതിയ യെരൂശലേം. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് വിശുദ്ധന്മാർ നിത്യമായി വസിക്കാൻ പോകുന്നത്. വിശുദ്ധന്മാരുടെ നിത്യവാസസ്ഥലം, ഇതിനാണ് ദൈവസിംഹാസനം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാട് വിളക്കായി ശോഭിക്കുന്ന രാത്രിയില്ലാത്ത മനോഹരമായ പട്ടണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇതിന്റെ ആത്മീയ അനുഭവമാണ് ഇന്ന് സഭയിൽ നാം അനുഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഒരു ഹർമോന്യ മഞ്ഞുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പർവ്വതം ഹെർമോനാണ്. ഹെർമോൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പർവ്വതം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അത് ഏറ്റവും ഉയർന്നതാണ്. അത് സർവശക്തനായ ദൈവത്തെ കാണിക്കുകയാണ്. ആ ദൈവത്തിൽ വരുന്ന കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് സിയോൻ പർവ്വതത്തിന്റെ പ്രത്യേകത. അഥവാ ഹെർമോനിൽ നിന്ന് പുറപ്പെടുന്ന മഞ്ഞ് കണങ്ങൾ സിയോനിൽ വളരുന്ന വൃക്ഷങ്ങളെയും സസ്യങ്ങളെയൊക്കെ പുഷ്ടിപ്പെടുത്തുന്നു. അത് വളരെ വിളവുള്ള സസ്യങ്ങളായി, വൃക്ഷങ്ങളായി മാറ്റപ്പെടുന്നു. അതിന്റെ കാരണം അപ്പുറത്തൊരു ഹെർമോനുണ്ട്. ഇതുപോലെ ദൈവസഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപ സിയോനിൽ നിന്ന് യെരൂശലേമിലേക്ക് വ്യാപരിക്കുകയാണ്. അപ്പോസ്തലിക കൂട്ടായ്മയിലൂടെ ഓരോ ദൈവവചനം പ്രാപിക്കുന്ന ആത്മീയ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും ഭൗതിക നന്മകളെയും ഒക്കെ അത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. സിയോൻ പർവ്വതത്തിൽ എപ്പോഴും മഞ്ഞ് വന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണ്? ഹെർമോനിൽ നിന്ന് വന്ന മഞ്ഞാണ്. ഉണക്ക സമയത്തും ചിലപ്പോൾ ഈ മഞ്ഞ് കണങ്ങൾ അവിടെയുള്ള വൃക്ഷങ്ങൾ ശക്തിയോടെ വളരുവാൻ സഹായിക്കുന്നു. പരീക്ഷകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോഴും ഉഷ്ണം വരുമ്പോഴും ഭയം തട്ടാതെ ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ നാം ആയിത്തീരണമെങ്കിൽ ആ ഹെർമോന്യ മഞ്ഞ് നമ്മുടെ മേൽ വരണം. ദൈവത്തിൽ നിന്ന് സഭയിലൂടെ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങളാണ് അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ച് നല്ല ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതാണ് ലാസ്റ്റിൽ പറഞ്ഞത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്. രണ്ടാമത് അതിനെ ഒരു ഉപമയായി വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, അഹരോന്റെ തലയിലെ വിശേഷ തൈലം. രണ്ട്, ഹർമോന്യ മഞ്ഞ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ അനുഗ്രഹമുണ്ട്, ശാശ്വത ജീവൻ, ഇറ്റേണൽ ലൈഫ് അവിടെ ഉണ്ട്. അനുഗ്രഹവും ശാശ്വത ജീവനും എന്താണ് ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്നത്? ഒന്ന്, നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ അനുഗ്രഹമാക്കി ശുഭമാക്കി മാറ്റുക എന്നുള്ളത് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ലോക ജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ, ശുഭമായി തീരുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 10 നില കെട്ടിടം വെക്കുക എന്നുള്ളതും 4 കാറ് വാങ്ങിക്കുക എന്നുള്ളതും ഇഷ്ടം പോലെ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളതും അല്ല. ഇതൊക്കെ ഉള്ളവർ ഇന്നും നിരാശരായി കഴിയുന്നവരുണ്ട്, സമാധാനമില്ലാത്തവരായി കഴിയുന്നവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരായി കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം ഐശ്വര്യമായി നിന്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കും, സന്തോഷം കൊണ്ട് നിറയ്ക്കും. അത് മാത്രമല്ല, ഒരു ഭാവി പ്രത്യാശയുണ്ട്. ഒരു ഭാവി പ്രത്യാശ നൽകുന്ന സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം. മാത്രമല്ല, 10 പൈസയുടെ കടക്കാരനായി നിന്നെ മാറ്റുകയില്ല. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങുകയില്ല. അത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നവന് സകല കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സകല ജാതികൾക്കും മീതെ നിന്നെ ഉയർത്തുന്നത് ബിൽ ഗേറ്റ്സിനെ പോലെ ധനികനാക്കുവാൻ വേണ്ടിയല്ല, ആമസോൺ കമ്പനിയുടെ ഉടമസ്ഥനെ പോലെ ധനികനാക്കി മാറ്റുവാൻ വേണ്ടിയല്ല. പിന്നെയോ, നിന്റെ ജീവിതം സ്വസ്ഥമായിരിക്കും, നിന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കാം, നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. അതിലുപരിയായി യേശു വരുമ്പോൾ പോകും എന്നുള്ളൊരു വലിയ പ്രത്യാശ, ഇന്ന് മരിച്ചാലും ഭയമില്ല എന്നുള്ള ഒരു വലിയ സന്തോഷം. ഇതാണ് ദൈവം നിനക്ക് തരുന്ന ഒന്നാമത്തെ അനുഗ്രഹം.
രണ്ടാമത്തെ അനുഗ്രഹം, നിത്യതയിൽ യേശുവിനോടുകൂടെ നിത്യമായി വാഴാൻ പോകും. നിത്യതയിൽ ആരോടുകൂടെ വാഴാൻ പോകുന്നു? ഇന്ന് നീ ആരോടുകൂടെയാ വാഴുന്നത്? ഇന്ന് നീ ആരോടുകൂടെയാ ജീവിക്കുന്നത്? ഞാൻ ഓരോരുത്തരോടും ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ആരോടുകൂടെയാണ് നിങ്ങൾ ചിലവഴിക്കുന്നത്? ഈ ഭൂമിയിൽ നിങ്ങളുടെ സ്നേഹിതരോടുകൂടെയാണോ നിങ്ങൾ ചിലവഴിക്കുന്നത്? നിങ്ങളുടെ ഭൗതിക നന്മകളോടുകൂടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിത്യതയിൽ ഇതൊന്നും നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ യേശുവിനോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ നിത്യതയിൽ യേശുവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. ആ നാൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു പ്രിയരെ. ഈ ഭൂമിയിൽ യേശുവിനോടുകൂടെ ജീവിക്കുവാൻ, യേശുവിനോടുകൂടെ പ്രവർത്തിക്കുവാൻ, യേശുവിനോടുകൂടെ തങ്ങളുടെ സമയത്തെ ചിലവഴിക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ? ഈ 2020 വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമോ? എന്റെ ജീവിതം പലപ്പോഴും എന്റെ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു. എന്റെ കൂട്ടുകാരോടുകൂടെ എന്റെ സമയം അധികം ചിലവഴിച്ചു. ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലും എന്റെ സമയം അധികം ചിലവഴിച്ചു. എന്റെ സഹപാഠികളോടുകൂടെ എന്റെ സമയം അധികം ചിലവഴിച്ചു. എന്റെ സമ്പത്തിനോടുകൂടെ എന്റെ സമയം ചിലവഴിച്ചു. ചിലർ പറയുന്നു എന്റെ കൊച്ചുമക്കളോടുകൂടെ എന്റെ അധികം സമയം ചിലവഴിച്ചു. ചിലർ പറയുന്നു എന്റെ മാതാപിതാക്കളോടുകൂടെ ഞാൻ അധികം സമയം ചിലവഴിച്ചു. ചിലർ പറയുന്നു എന്റെ ഭർത്താവിനോടുകൂടെ ഞാൻ അധികം സമയം ചിലവഴിച്ചു. എന്റെ ഭാര്യയോടുകൂടെ ഞാൻ അധികം സമയം ചിലവഴിച്ചു. ഇന്ന് പകൽക്കാലം ദൈവവൈദ്യരെ നിനക്കൊരു തീരുമാനമെടുക്കുമോ? എന്റെ യേശുവിനോടുകൂടെ ഞാൻ അധികം സമയം ചിലവഴിക്കും. ആ ജീവിതം ശുഭകരമായി തീരും. ആ ജീവിതം മനോഹരമാക്കി മാറ്റും. എത്ര പേര് ആഗ്രഹിക്കും? എന്റെ യേശുവിനോടുകൂടെ എന്റെ സമയം ചിലവഴിച്ചാൽ എന്റെ ഭാരങ്ങൾ എന്റെ യേശു എടുക്കും. എന്റെ ആവശ്യങ്ങൾ എന്റെ യേശു നിറവേറ്റും. എന്റെ കണ്ണുനീർ എന്റെ യേശു തുടയ്ക്കും. ഹല്ലേലൂയ! കർത്താവിനോടുകൂടി ജീവിക്കാം. എത്ര മനോഹരമായ ജീവിതം! ഈ ജീവിതമാണ് സാഹോദര്യ ഐക്യത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ഭാഗമാണ് ദൈവീയ കൂട്ടായ്മ. ദൈവത്തിന് സ്തോത്രം. ഇത് കൂട്ടുകെട്ടല്ല, ഇത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇത് ഫെലോഷിപ്പാണ്. ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് അല്ല. ദൈവസഭയിൽ ഫ്രണ്ട്ഷിപ്പ് പാടില്ല. ഇഷ്ടമുള്ളവരുമായി സഹകരിക്കുന്നു, ഇഷ്ടമുള്ളവരുമായി ബന്ധപ്പെടുന്നു, അവരുടെ കൂടെ വാഹനത്തിൽ പോകുന്നു, ഇല്ലെങ്കിൽ അവരുമായിട്ട് ഫോൺ വിളിക്കുന്നു. കഷ്ടത്തിലിരിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധമില്ല, അവരോട് സഹകരിക്കാത്തവരോട് സഹകരിക്കത്തില്ല. ഇതൊക്കെ കൂട്ടുകെട്ട ഫ്രണ്ട്ഷിപ്പാണ്. ദൈവസഭയിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ദൈവസഭയിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ട്, കൂട്ടായ്മയുണ്ട്. കഷ്ടങ്ങളിലിരിക്കുന്നവരെയും ദുഃഖങ്ങളിലിരിക്കുന്നവരെയും നമ്മളോട് സഹകരിക്കാത്തവരെയും നമ്മളെ വെറുക്കുന്നവരെയും ഒക്കെ ചെന്ന് അവരുമായുള്ള ആ ബന്ധത്തെ ക്രിസ്തുവിലൂടെ പുലർത്തിക്കൊണ്ട് ആ ആത്മീയ ബന്ധത്തെ സൂക്ഷിക്കുന്നു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. സമാധാന ബന്ധം എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധം സഭയിലുണ്ട്. അത് ആത്മാവിന്റെ ഐക്യതയിലൂടെ ലഭിക്കുന്ന ഒരു ബന്ധമാണ്. രക്തബന്ധത്തെക്കാൾ വലിയ ഒരു ബന്ധമാണ് കാൽവരി ക്രൂശിലെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ബന്ധത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് തൃത്വ ദൈവത്തിൽ കാണാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവിക തൃത്വത്തെ കുറിച്ച് ശരിയായ അറിവില്ലാത്ത എത്രയോ മനുഷ്യർ, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ വരെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ ദൈവത്വത്തെയോ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെയോ അവർ വിശ്വസിക്കുന്നില്ല. ചിലർ പറയുന്നു ഒരു ദൈവമേ ഉള്ളൂ, അതുകൊണ്ട് ക്രിസ്തു ദൈവമല്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പിതാവായ ദൈവം തന്നെ പുത്രനായി, ആ പിതാവായ ദൈവം തന്നെ പരിശുദ്ധാത്മാവായി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല അതിന്റെ യഥാർത്ഥമായ ബന്ധം. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ ആ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയാണ് തൃത്വത്തിൽ കാണുന്നത്. അതായത് ഏക ദൈവത്തിൽ 3 പൂർണ്ണമായ ആളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരേ ദൈവത്തിൽ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന പൂർണ്ണ ദൈവത്വമുള്ള 3 ആളത്വങ്ങളുണ്ട്. അപ്പോൾ തന്നെ അവർ മൂവരും ഒന്നാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 17-ന്റെ 11, 13 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, പരിശുദ്ധ പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണം. യേശു ക്രിസ്തു
പിതാവുമായിട്ട് ഒന്നായിരുന്നു. ആയതുപോലെ ഫിലിപ്പോസിനോട് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ അവർ മൂവരും ഒന്നാണ്. അത് മാത്രമല്ല, പിന്നെയും തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ പിതാവിനോട് സമനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പി ലേഖനത്തിൽ നമ്മളത് വ്യക്തമായി വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി തീർന്നു എന്നാണ്. അതായത് അവിടെ വ്യക്തമായി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന് സമനായിരുന്നു. ആയതുപോലെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവാകുന്ന മൽക്കീസേദെക്ക് പുത്രന് തുല്യനായിരുന്നു. അതായത് ദൈവത്തിന് തുല്യനായിരുന്നു പുത്രൻ, പുത്രന് തുല്യനായിരുന്നു പരിശുദ്ധാത്മാവ്. അതിന്റെ അർത്ഥം എന്താണ്? 3 പേരും തുല്യരാണ്. പക്ഷേ അവരുടെ ശുശ്രൂഷയുടെയും പ്രവർത്തനത്തിന്റെയും ഭാഗമായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ പ്രവർത്തിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നെങ്കിലും അവർ മൂവരും ഒന്ന്. അതുകൊണ്ട് ഏക ദൈവമെന്നും പറയാം, തൃത്വ ദൈവമെന്നും വ്യക്തമായി പറയാം. അവർക്ക് മൂന്നായിട്ട് പ്രവർത്തിക്കാനും കഴിയും, അവർക്ക് ഒന്നായിട്ടിരിക്കാനും കഴിയും. അതുകൊണ്ടാണ് അവൻ ദൈവമായിരിക്കുന്നത്. മൂന്നായ പിന്നെ ഒന്നാക്കാൻ പറ്റുകയില്ലെങ്കിൽ അത് ദൈവമല്ലല്ലോ. ഒന്നായിട്ട് മൂന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവൻ തൃത്വദൈവമായിട്ടിരിക്കുന്നത്. അതിനെ വിശ്വസിക്കാൻ കഴിയാത്തത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തത് ആ ആത്മാവിന്റെ പ്രവർത്തനമാണ്. എന്നാൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം മൂന്നിനെയും ദൈവമായി വെളിപ്പെടുത്തുമ്പോൾ തന്നെ 3 ദൈവമൊന്നും പറയത്തുമില്ല. കാര്യം എന്താണ്? മൂവരും ആത്മാവിൽ ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. 3 പേരും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നു. മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ എന്റെ വചനം പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവരാകുന്നു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് വാസം ചെയ്യുന്ന യേശു പറയുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് വാസം ചെയ്യാം, ഒന്നായി വാസം ചെയ്യാം. ഏക ദൈവമായി വെളിപ്പെട്ട അതേ ദൈവം തന്നെ 3 വ്യക്തിത്വങ്ങളായി ദൈവിക പൂർണ്ണതയിൽ വെളിപ്പെടുവാനും പ്രവർത്തിക്കാനും കഴിയുന്നു. അതാണ് ദൈവത്തിലെ ഐക്യം. ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. കൂട്ടായ്മയുടെ ആ വലിയ ബന്ധത്തെ ഒന്നാമത് ദൈവത്തിൽ കാണാൻ സാധിക്കുന്നു. ആ കൂട്ടായ്മയെ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അത് കർത്താവ് എങ്ങനെ വെളിപ്പെടുത്തണം? അവർ 3 പേരും ഒന്നായിരിക്കുന്നത് കൊണ്ട് അത് വെളിപ്പെടുത്താൻ സാധിക്കും. ഇതുപോലെ ദൈവത്തിന്റെ സഭ ഒന്നായിത്തീരണം. ഒന്നായിത്തീരേണ്ടത് എങ്ങനെയാണ്? എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാന കല്ലിന്മേൽ ഇതാ പണിയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ പത്രോസ് ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിയുക. അപ്പോ ക്രിസ്തുയേശു മൂലക്കല്ല്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ അടിസ്ഥാനക്കല്ല്, ജീവനുള്ള കല്ലുകളായ ദൈവത്തിന്റെ ജനം, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കെട്ടിടമായി. ഇനി ഇത് ഒന്നാക്കി കഴിഞ്ഞാൽ പിന്നെ 4 കെട്ടിടമെന്ന് പറയത്തില്ല, 3 കെട്ടിടമെന്ന് പറയത്തില്ല. കല്ലാണ്, പിന്നെ കട്ടയാണ്, കമ്പിയാണെന്ന് പറയുകയില്ല. എല്ലാം കൂടെ ചേർന്ന് ഒരു കെട്ടിടമായി തീർന്നു. നിത്യതയിൽ ഒരു വലിയ ബന്ധം വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ബന്ധം ഇവിടെ വെച്ച് സ്ഥാപിക്കണം. അതാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന തൃത്വത്തിന്റെ ബന്ധം. കൂടാതെ ഉപദേശത്തിലൂടെ നമ്മെ ഒന്നാക്കി മാറ്റുകയാണ്. വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വിശുദ്ധീകരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ് ഒന്ന്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ. അപ്പോ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും ഒരു പിതാവ്, യേശുക്രിസ്തുവിനെയും കൂടെ. യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ് ഒന്ന്. ഇപ്പൊ എല്ലാവർക്കും പിതാവ് ഒന്നാണെങ്കിൽ
എല്ലാവരും എത്ര കുടുംബത്തിലെ അംഗങ്ങളാ? ഒരു പിതാവാണെങ്കിൽ എത്ര കുടുംബമുണ്ട്? ഒരു കുടുംബം. അതാ ദൈവസഭയുടെ ബന്ധം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിലാണോ? ജാതിയുടെ അടിസ്ഥാനത്തിലാണോ? നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ആണോ? പിന്നെ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. യേശുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം. ഇങ്ങനെ ഒന്നാക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര ശുഭം, എത്ര മനോഹരമെന്നുള്ള ആ പുതിയ യെരൂശലേമിന്റെ ബന്ധത്തിലേക്ക് ആർക്കും വരാൻ കഴിയില്ല. സഭകളെ, കൂടിവരവുകളെ ദേശത്തിന്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ നിറത്തിന്റെയോ ഏതിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ മനുഷ്യൻ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസഭയെക്കുറിച്ച് യാതൊരു വിധമായ വെളിപ്പാടുമില്ലാത്തവരാണ്. ആത്മാവിന്റെ ഐക്യതയാകുന്ന ആ സ്വർഗീയ ബന്ധത്തിലേക്ക് വരുവാൻ കഴിയാത്തവരാണ്. ലോകത്തിലെ സകല മനുഷ്യരെയും ഒന്നാക്കി ഒരേ കുടുംബത്തിൽ കൊണ്ടുവരുന്നതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് യേശുവിന്റെ പരിശുദ്ധ രക്തം. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എല്ലാവരും പറയുക, വിശുദ്ധീകരിക്കുന്നവർക്കും കൂടെ ഒറ്റ പിതാവ്. അത് നിമിത്തം നമ്മളെല്ലാം ഒറ്റ സഹോദരങ്ങൾ. ക്രിസ്തുവിനെ നമ്മുടെ സഹോദരനാക്കാൻ കർത്താവിന് ലജ്ജയില്ല. എന്നാൽ മറ്റുള്ളവരെ നമുക്ക് സഹോദരനാക്കാൻ പറ്റും? യേശു പറയുന്നു, ഇവൻ എൻ്റെ സഹോദരൻ. നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് ഇതെന്റെ സഹോദരൻ എന്ന് പറയൂ? പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതെന്റെ ഓൺ സിസ്റ്റർ, ഓൺ ബ്രദർ എന്ന് പറയുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട ഓരോ മനുഷ്യരെ കണ്ടും പറയുവാൻ ഉള്ള ഒരു മനസ്സുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അതാണ് ആ ബന്ധം. അതുകൂടാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, സ്നാനത്തിലൂടെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനോട് ചേരുകയാണ്. ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഓരോരുത്തരെ മാറ്റി നിർത്തും. ക്രിസ്തുവിനോട് ചേരുന്നു, ഞാൻ ക്രിസ്തുവിനോട് ചേരും, മറ്റേ ആൾ ക്രിസ്തുവിനോട് ചേരത്തില്ലല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനോട് ചേർന്നവരെല്ലാം കൂടി ചേർന്ന് ആരായിത്തീരുന്നു? ഒരു ശരീരമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ പരിശുദ്ധാത്മാവ്. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. പരിശുദ്ധാത്മാവിനാൽ ഒന്നിപ്പിക്കുക. അതുകൊണ്ടാണ് പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ച് ബൈബിൾ പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഈ നിരപ്പിന്റെ ശുശ്രൂഷ എന്നും പറയുന്നു, നിരപ്പിന്റെ വചനം എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ ക്രിസ്തുവിനോട് നിരന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ ഞങ്ങളെ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആക്കി മാറ്റിയിരിക്കുന്നു. എന്താ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? 18-ാം വാക്യത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല മനുഷ്യരെ ഒന്നാക്കുന്ന ശുശ്രൂഷ. 2 തട്ടിലാക്കുന്നതല്ല, ഒരേ തട്ടിൽ കൊണ്ടുവരുന്ന ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. പത്രോസിന് ദൈവം കാണിച്ചു കൊടുത്ത ദർശനത്തിൽ ആ തുപ്പട്ടിയിൽ ഇഴജാതികളും നാൽക്കാലികളും മൃഗങ്ങളും എല്ലാം ഒന്നിച്ചു കൂടിയതുപോലെ, എല്ലാവരും നോഹയുടെ പെട്ടകത്തിൽ എല്ലാത്തിനെയും ഒന്നിച്ചതുപോലെ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അതിന് നിരപ്പിന്റെ വചനമാണ് കൊടുക്കുന്നത്. എല്ലാവരെയും ഒന്നാക്കുന്ന ശുശ്രൂഷ അതിനേറ്റ വചനമാണ് കൊടുക്കുന്നത്. അതിനു വേണ്ടി ദൈവത്തോട് ഒന്നാകുവാൻ വേണ്ടി ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നാണ് 2 കൊരിന്ത്യർ 5:20 എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകരാരാണ്? ക്രിസ്തുവിന്റെ പകരക്കാർ, അംബാസഡേഴ്സ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പ്രതിഷ്ഠയിലേക്ക് അവർ വരുന്നത്. കർത്താവ് എന്ന് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലോകത്തിൽ നിന്ന്, അതെ, പിതാവിന്റെ സകല മഹിമകളും വെടിഞ്ഞ് ലോകത്തിൽ ഒന്നുമില്ലാത്തവനായി ലോകത്തിൽ വന്നതുപോലെ, തന്നെത്താൻ ഒഴിച്ച് ലോകത്തിൽ വന്നപോലെ തങ്ങൾക്കുള്ളതിനെ എല്ലാം വിട്ട് ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി തീരുന്നവരാണ് പുതിയ നിയമ ശുശ്രൂഷകർ. എന്തിനു വേണ്ടിയാണ്? എല്ലാവരെയും ഒന്നാക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ നിവാസമായി തീരേണ്ടത്. അങ്ങനെ ഒന്നാക്കപ്പെടുന്നതിന്റെ മഹത്വമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നാം യേശുവിന്റെ രക്തത്താലും വിശ്വാസ സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും വേർപാടിൻ ജീവിതത്താലും കൂട്ടായ്മയുടെ മഹത്വത്തിലൂടെ ഒന്നാക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമാണ് തിരുവത്താഴം എന്ന് പറയുന്നത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒന്നാകുന്നു. ആ ബന്ധം എല്ലാവരും സഭയിലും സൂക്ഷിക്കണം. അതിന്റെ ഒരു
ആദ്യത്തെ ഭാഗമാണ് കുടുംബങ്ങളിൽ സൂക്ഷിക്കുന്നത്. കുടുംബങ്ങളിൽ ഐക്യത എപ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ സഭയിലെ ഐക്യതയ്ക്ക് വലിയ പ്രാധാന്യമില്ല. ദൈവത്തിന് സ്തോത്രം. ചില ഭാര്യ ഭർത്താവും തമ്മിൽ മിണ്ടുകയില്ല. സഭയിലെ എല്ലാ വിശ്വാസങ്ങളും ഭയങ്കര കാര്യം, രണ്ടുപേർക്കും രണ്ട് ഡയറക്ഷനിലാണ് ബന്ധം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സഭയിൽ ബന്ധം ഉണ്ടായിട്ട് ഒരു കഥയില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ബന്ധം കുടുംബത്തിലുണ്ടായിരിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുടുംബ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന്, അപ്പൻ അമ്മ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങളിൽ ഈ ബന്ധം കാണുകയില്ല. ആ ഹെർമോന്യ മഞ്ഞിന്റെ അനുഭവമോ അഹരോന്റെ തലയിലെ ആ വിശേഷ തൈലത്തിന്റെ ശ്രേഷ്ഠതയോ അവർക്ക് കിട്ടുകയില്ല. കുടുംബത്തിൽ ഒന്ന് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പ്രഭാതത്തിലും പ്രദോഷത്തിലും അതാ സന്ധ്യയ്ക്കും ഉണ്ടായിരിക്കണം എല്ലാ കുടുംബങ്ങളിലും. ആയതുപോലെ സഭാബന്ധത്തിന്റെ ഭാഗമാണ് ആത്മീയ കൂടിവരവുകൾ. ആവോളം എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കണം. സഭാബന്ധത്തിന്റെ ഭാഗമാണ് തമ്മിലുള്ള ഐക്യത. പിന്നെ ശുശ്രൂഷകരുമായുള്ള ബന്ധം, കർത്താവിന്റെ ശുശ്രൂഷകരുമായ ഒരു വലിയ ബന്ധം ഉണ്ടായിരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ഒരു ആത്മീയ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ. വിശുദ്ധ പത്രോസ് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ശുശ്രൂഷയെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കും? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാവരും പൂർണ്ണരാണെന്നും അവകാശപ്പെടാൻ പറ്റുകയില്ല. ചിലപ്പോൾ ബലഹീനതകളോട് ഉണ്ടായിരിക്കാം. യേശുവിന്റെ 12 അപ്പോസ്തലന്മാരിലും ആ ഒരുത്തനെ കുറിച്ച് പറഞ്ഞൊരു കൊലപാതകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരുവൻ തള്ളി പറയുന്നവനായിരുന്നു. പിന്നെ മറ്റു ചിലർ പ്രശ്നം വന്നപ്പോൾ ഓടിപ്പോയവരായിരുന്നു. ഇതൊക്കെ ഉണ്ടാകാം. ഒരിക്കൽ പത്രോസ് എന്ന് പറഞ്ഞു, കർത്താവ് എല്ലാവരും നിന്നെ വിട്ടു പോകുന്നു. കർത്താവ് എന്ത് പറഞ്ഞു? നിനക്ക് മുകളിൽ പൊയ്ക്കോ, പക്ഷെ എന്റെ പ്രസ്ഥാനം തളരുകയില്ല. അതൊരിക്കലും പൊളിക്കാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധന്മാരിൽ കൂടെ ആരംഭിച്ച ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ചിലർ പിന്മാറിപ്പോകും, ചിലർ കൃപ വിട്ടുപോകും, ചിലർ അശുദ്ധരായി മാറും. പൊയ്ക്കൊള്ളട്ടെ. ഇതിന്റെ ഇടയിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരെ ദൈവം വളർത്തി പൂർണ്ണപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ കൂട്ടത്തിൽ കാണുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവം നല്ല കൃപ പകർന്ന് അവരെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരമെന്ന് കൂട്ടായ്മയുടെ ഐക്യതയിൽ പറയുന്നത്. അതെ, എത്ര വിശേഷിക്കപ്പെട്ട കാര്യം. അതിനേക്കാൾ വിശേഷിക്കപ്പെട്ടതായി പുതിയ യെരൂശലേമിൽ സിയോനിൽ വിശുദ്ധന്മാർ പറയാൻ പോവുകയാണ്. എത്ര ശുഭം, എത്ര മനോഹരം. ആ നാളെ ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് തന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി വെളിപ്പെടുന്ന നാള് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പുതുക്കാം, നമ്മുടെ തീരുമാനത്തെ പുതുക്കാം, നമ്മുടെ പ്രതിഷ്ഠയെ പുതുക്കാം. അഹരോന്റെ തലയിലെ വിശേഷ തൈലം പോലെ ഒരു അഭിഷേകം ഈ നാടുകൾ നമ്മുടെ മേൽ വരട്ടെ. ആത്മാവിന്റെ ഐക്യതയിൽ നമുക്ക് ഒന്നായി തീരാം. കൃപയിൽ നമുക്ക് ജീവിക്കാം. പ്രതിഷ്ഠയെ പുതുക്കാം, തീരുമാനത്തെ പുതുക്കി നമ്മുടെ പ്രാണനാഥനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. നമ്മുടെ പ്രാണപ്രിയൻ വെളിപ്പെടാറായി, കാഹളം ധരിക്കാറായി, വിശുദ്ധന്മാർ മറുരൂപം പ്രാപിക്കാറായി. ലോകത്തെ നോക്കണ്ട, കൃപ നഷ്ടപ്പെടുത്തിയവരെ നോക്കണ്ട, യേശുവിലേക്ക് നോക്കാം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ആ ശുഭകരമായ, ആ ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങൾ നമ്മെ അതിനെ സമർപ്പിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവർക്കായി അവൻ അതിവേഗം വെളിപ്പെടാൻ പോകുന്നു. അതിനാഗ്രഹിക്കുന്നവരുടെ മേൽ അവൻ കൃപ അധികമായി പകരാൻ പോകുന്നു. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും, എത്രയധികം കൊടുക്കുമെന്ന് പറഞ്ഞ അതേ കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ മേൽ ആത്മാവിന്റെ ഒഴുക്കുണ്ടാകട്ടെ. അവർ വിശുദ്ധിയിൽ പൂർണ്ണരായി തീരട്ടെ. നമുക്ക് നമ്മുടെ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ദൈവം നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ.